അനുഗ്രഹത്താൽ സമർപ്പണ അധ്യായമാണിത്. 1030 അധ്യായം. ശ്രീ വൈശാഖ മഹാത്മ്യം 30 അധ്യായമാണുള്ളത്. 30ാമത്തെ അധ്യായം പാരായണം ചെയ്ത് ഭഗവാന്റെ തൃക്കാർക്ക് സമർപ്പിക്കുകയാണ്. ഓം തത്സത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് സമ്പൂർണമായിട്ട് പാരായണം ചെയ്യാൻ സാധിക്കുന്നത്. എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് അധത്രിംശോധ്യായ അഴകിതറി ധ്രുപതി വരനകില വിഭവങ്ങളാൽ ആവോളവും അത്ര പൂജിച്ച മാധവം ഒരുവനതി കുതുകമൊടു മുരുമദന പൂജയും ഉന്നത ധർമ്മമീ ചൊന്നതെല്ലാം ചെയ്യും. പ്രളയ സമയവും അവനു സുഖലയവുമില്ലടോ. പിന്നെ ഈ ചൊന്നവയൊന്നുമേ ചെയ്യാതെ നരരവനെ സുരനൃപതി ഗുരുഭജന പുണ്യങ്ങൾ നാഥനരുൾ ചെയ്തു സിദ്ധിക്കുമെന്നതും ഭജതു ഹരി ചരണയുഗ സരസിജവുമാത്മനി ഭാവഗതോക്തലോകമെന്നാകിലും ജപമഹനിയഹനി കലുഷകരമിത്രയും ജന്മമവനില്ല നിർണയം പോകതേ. അഴകിലൊരു മഹിമ കഥയാമ്യഹം. മൂന്നര കോടിയാം തീർത്ഥങ്ങൾ ഒരു ദിവസം അവർ പലരും ഒരു മോയോട് ചിന്തിച്ചു. ഒട്ടല്ല നമ്മുടെ ദോഷങ്ങളെന്നു വർഷബലഹിതരവർ പരിചിലത തീർത്ഥങ്ങൾ പാലാഴി പുക്കു നാരായണൻ ഭുവനകര ജയനിഖില ഭുവനഭരണായ ജയ ഭൂരിജന കലുഷാഹര ഭൂമിഭ മരാരമണ കമലദളജയ മാധവ കുമുദപതി വരദനയ ജയ വിഭോ കേശവ മണിലസിത മകുടനല ഭയമകുല കുണ്ടല സമിത മധുകൈടഭ ജയ ജയ കൃപാംബുജേ ശംഖാരി പത്മ ഗദാംഗബാഹോ ജയ കടുകവലയാദ്യ കർത്തുക ജയ കാഞ്ചന സമാദാസു കാഞ്ചേ ജയ 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 ഹരേ ഹരേ ജന്മരണമോചന ജംഗമാ ജംഗമോഹദോ ജയ ജയ ശവചരണ കമലമംബുജാമോഹരേ സത്വം പ്രസീദ പ്രസന്നമൂർത്തി സദാ പരമപുരുഷനേ മനസി നിലകൊടു തീർത്ഥങ്ങൾ ഭക്ത്യാ ഉൾവണ്ണു നിന്നീടും ദശാന്തരേ അയുധരവീതിരേ സ്വരണം അഖിലേശ്വരനമ്പോടു പ്രത്യക്ഷനായ രൂളി ചെയ്തു കിമിതം മിക കഥയ ശുചിമിതി മധുഭാഷിതം കേട്ടുണർത്തിച്ചു കൊണ്ടാരവോ തീർത്ഥങ്ങൾ അമിതൃത കലുഷ നിരനീരമാസ്മാസു അയ്യോ സമർപ്പിക്കുമെന്തു ചെയ്യൂ വയം. തിരുമനസിയതു പൊഴുതു കനിവിനോട് ചിന്തിച്ചു. തീർത്ഥപാദൻ തഥാ തീർത്ഥരുളി ചെയ്തു. മമ മഹിമ മെരുകിലൊരു വിമലകര മാധവേ മജ്ജനം ചെയ്കാന്ത്യ പുഷ്കരിണ്യാം യഥാ സരസമിതു ദിവസകരനുദ ഉദയമുന്നമേ സ്നാനേന ദുഷ്കൃതം തീർന്നുകൊണ്ടാതലാൽ ഭുവനമതിലഖിലദിശി തോറുംബുഗീജലെ പുതരാക്കിയിടുവൻ മാധവ സ്നാതരെ ഗതിത ശുഭത്രയതിഥികൾ ഉഷസി കളിയാതൊരു തീവ്രഭാവജനേതാവാഗദോഷവും സപതിപെടുമറിക മമ ശാസനമായ സപതിപെടുമറിക മമ ശാസനമായതു സത്യം ഗമിക്ക ശോകം വിനാസാദരം ഇതി മധുരതരമരുളി മധുരികു മഹാവിഷ്ണു ഇന്ദിരാകാന്തൻ മറഞ്ഞരുളി ഞാൻ നരൻ ഒരുവൻ ഇതിനെ ബഹുമാനവും കൂടാതെ സ്നാനം വിനാ പുഷ്കരിണിയിൽ പോലുമേ അതികഠിനം അവനെ പദം കുതിരകര ചേരസ അന്തശപിക്കുന്നു തീർത്ഥങ്ങളെന്നതി. ഭുവനമതിലൊരു സുഹൃതമതിനു സമമായി പുരാഭൂരിയാകും കഥ തന്നിലും കേൾപ്പീല. ഇതിലധിക കുതുകമോടു മുന്നു ദിനമെങ്കിലും ഈ ചൊന്ന പുണ്യകാലേ ഭജിച്ചിടടോ. അതിനുമടി ഹൃദയരുതുപദനിന്ദയും ആനന്ദ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഇതിലധിക കുതകമോട് 3 ദിനമെങ്കിലും നിച്ചൊന്ന പുണ്യകാലേ ഭജിച്ചിടടോ. അതിനുമടി അരുതുപദനിന്ദയും ആനന്ദമൂർത്തി താനല്ലയോ ചൊന്നത്. ഭഗവാന്റെ അനുഗ്രഹമായിട്ട് കളഭം ധരിച്ചിരിക്കുകയാണ്. ഭഗവാൻ തന്നെയാണ് വന്ന് കളഭം തൊടിച്ചത് എന്ന്
ഇതിമിതില നൃപനോടതി സുകൃതി സുതദേവനും ഈശ്വർ കൂടാതെ ബോധിപ്പിച്ചതു നേരം മഹിമ പെരുകിന കഥകൾ അരുളിന മുനീന്ദ്രനെ മാനിച്ചു തട്ടീരെടുപ്പിച്ചു സാദരം. പറപടക പണവതകിൽ മുരുചു ചുമുഖ കാഹളം പാരാമടിപ്പിച്ച പൗരജ നൈസമം സകല മനസുഖകരണ നയന പരമോത്സവം സച്ചഭാഗ്രഹം ചെയ്തു ബഹുലധന വിഭവമതു മുനിവരനു നൽകിയങ്ങമ്പൊടു ധർമ്മങ്ങൾ ചെയ്താൻ മഹീപതി. അമലമുനികുല തിലകനാകിയ നാരദൻ അംബരീഷനരുളി ചെയ്തീദൃശം. മുനിവചനം അഴകിലത് മുഴുവനിക കേട്ടവൻ മാനിച്ചു പൂജിച്ചു വന്നിച്ചു തൽപത. മുനി തിലകനുടനെ എഴുന്നള്ളി നാനാദരാൽ മുഖ്യനാം ഭൂപതി വൈശാഖ ധർമ്മങ്ങൾ സുകൃതി പുരതിലകനതി സുഖകരമനുഷ്ഠിച്ചു സ്വൈര്യമോടെ ഹരി ലോകം പ്രവേശിച്ചു. സുഖചരിത മുനി ശിഷ്യനാം സൂതനും ശൗനകാനാദികളോടു മറിയിച്ചു. ഹരിനിലയ മതിരവണന അണവതിനു സൽക്കഥ അന്തബിംബാലയെ സാധനായിരുന്നാൻ. ശ്രീരമണ ചരണയുഗം അകമേ ഗുരുവച്ചരൻ ശ്രീരാമനാകം ഈശ്വരൻ വൈഷ്ണവൻ. അമലമതി കരുണയുഗം സതതമനും ചെയ്തു ആശുബോധിപ്പിച്ച കാരണമിക്കഥ. അതിവകമേ കുറയുമൊരു വിമലബലനാക്കു അമ്മോടറിവാഞ്ചമിച്ചിരു ഭാഷയാൽ. മുരമധുരന്റെ കരുണ പെരുകുമതിനേശം ഞാൻ 30 അധ്യായവും ചൊല്ലിനേ നീ വണ്ണം. കിളിമകളും ഇതികളിയോട് അഖിലമര ചെയ്തവൾ കേളിയേഴുന്നടിനാൾ. ഓം തത്വത്തിൽ വൈശാഖ മഹാത്മ്യം പരിശോധ്യായ. വൈശാഖ മഹാത്മ്യ കിളിപ്പാട്ട് സമ്പൂർണം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ. ഗോവിന്ദ ശിവരാമ ദേവദേവേശ കൃഷ്ണ ഗോവിന്ദ പ്രിയ ശൗരി ദേവകീ സുധാ ജയ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിച്ചിരിക്കുകയാണ്. ശ്രീ വൈശാഖ മഹാത്മ്യ സമ്പൂർണ്ണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ. നമുക്ക് സമർപ്പിച്ചിട്ട് ബുക്കാട് നടയിൽ വെച്ചെടുക്കരുത്. എപ്പോഴും സമ്പൂർണ്ണം കഴിഞ്ഞാൽ ബുക്കാട് നടയിൽ വെച്ചിട്ട് വെക്കും. അങ്ങനെ ചെയ്യും.